കീമിന്റെ പുതിയ അപ്ഡേഷൻ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോൾ +2 മാർക്കൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ അടുത്ത പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീമിന്റെ റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ളതാണ്. അതെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അത് വെച്ചുകൊണ്ട് പല കോളേജിലും അപ്ലൈ ചെയ്ത് ഫീസൊക്കെ കുറയ്ക്കേണ്ടതാണെങ്കിൽ കുറച്ചൊക്കെ പിടിച്ച് വാങ്ങണ്ടായോ, അപ്പൊ ഈ പണികളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് നിങ്ങൾ അപ്ലോഡ് ചെയ്തേക്കുന്നതെല്ലാം ഓക്കെയാണ്. ഇനി തിരിച്ച് അവിടുന്ന് അതെല്ലാം ചെയ്ത് ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യാം. അതിനുള്ള അവസരമാണ്. ആരും മിസ് ചെയ്യരുത്. ഇനി മാക്സിമം നിങ്ങൾക്ക് ഇത് പറ്റുന്നിടത്തോളം ഒന്ന് കുട്ടികൾക്ക് ഷെയർ ചെയ്തേക്കണം. കാരണം ഇത് 2 ദിവസമേ ഉള്ളൂ. അപ്പൊ ഇത് പലരും അറിയാതെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പിന്നെ മിസ്റ്റേക്ക് വെച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതൊന്നും തിരുത്താൻ അത്ര ഈസി അല്ല. ഓക്കെ, അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ സൈറ്റിന്റെ പേര് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയണ്ട. കീം 2026 കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി +2 മാർക്ക് വെരിഫിക്കേഷൻ ഫോർ എഞ്ചിനീയറിംഗ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് കയറുക. എന്നിട്ട് ഇത് കറക്റ്റ് ആണോ നോക്കുക. നിങ്ങളുടെ ഇപ്പൊ അപ്ലോഡ് ചെയ്തേക്കുന്ന മാർക്കൊക്കെ ഉണ്ടല്ലോ, തിരിച്ചു വന്നേക്കുന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കണം. കറക്റ്റ് ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് കറക്റ്റ് എന്താണ്, നോട്ട് ചേഞ്ച് ആൻഡ് വെരിഫൈഡ് ആൻഡ് കറക്റ്റ് എന്നുള്ളത് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി കറക്റ്റ് എന്നുള്ളതാണ് കേട്ടോ. നോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ചിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെല്ലാം കുഴപ്പമില്ലാതെ നേരത്തെ അപ്ലോഡ് ചെയ്ത് തന്നെയാണ് തിരിച്ചു വന്നേക്കുന്നത്. കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കും, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്തൊന്നും അല്ല ഇങ്ങോട്ട് വന്നേക്കുന്നെങ്കിൽ ചേഞ്ച് റിക്വയർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം ത്രൂ PDF. ഓക്കെ, PDF ആയിട്ട് അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് മിസ്മാച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിർത്തണം. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. അപ്പൊ നിങ്ങളുടെ പുതിയ മാർക്ക് ലിസ്റ്റ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കണം. എന്തെങ്കിലും കുഴപ്പം വന്നാൽ മാത്രം നമുക്ക് ഡേറ്റ് 17/6/2026 6 മണിക്ക് മുൻപായിട്ട് വേണം ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തു പോകാൻ. ഉടൻ തന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളൊക്കെ വരും. അപ്പൊ എല്ലാവരും കാര്യങ്ങളൊക്കെ അറിയുക. മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും ഉടൻ തന്നെ കൃത്യമായിട്ട് എത്തിച്ചിരിക്കും. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.